Digit number ഹായ് being ഗൈസ്, offered, പുതിയൊരു it'll be വീഡിയോയിലേക്ക് available to സ്വാഗതം. us അപ്പോൾ as ഇന്നത്തെ വീഡിയോ well. എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ Naturally, ടീമിലോട്ട് it will ഒരു be യുവ ബണ്ടിൽ a വരാൻ house to പോകുന്നതെന്ന് link നേരത്തെ token തന്നെ tower number പറഞ്ഞിട്ടുണ്ടായിരുന്നു. 90. അപ്പോൾ അതിന്റെ Digit number ഡേറ്റും being കാര്യങ്ങളും offered, ഇപ്പോൾ it'll കൺഫേം be ആയിട്ടുണ്ട്. available to us ഏത് as ഇവന്റ് വഴിയാണ് well. വരുന്നത് എന്നൊക്കെ ഈ ഒരു Naturally, വീഡിയോ it കൂടെ will be a നോക്കുന്നുണ്ട്. house അതുപോലെ to തന്നെ നമ്മുടെ link token ക്രിസ്മസിന്റെ tower ഭാഗമായിട്ട് number നമ്മുടെ 90. ഗെയിമിലോട്ട് ഒരു Digit number ഇമോട്ട് being വരാൻ offered, പോവുകയാണ്. it'll be അതുപോലെ available ഒരു to us as റിംഗ് വരുന്നുണ്ട്. well. അതോടൊപ്പം നമ്മുടെ Naturally, ഇന്റർ it ലൈനിന്റെ will be ഭാഗമായിട്ട് a നമ്മുടെ ഗെയിമിൽ house to കുറെ link കുറെ token എക്സ്ക്ലൂസീവ് tower ആയിട്ടുള്ള number റിവാർഡ്സും 90. Digit കാര്യങ്ങളും number being കിട്ടുന്നുണ്ട്. offered, it'll be അതെല്ലാവർക്കും ഫ്രീ available to ആയിട്ടായിരിക്കും us as കിട്ടുന്നത്. well. അതിനെപ്പറ്റി ഈ ഒരു വീഡിയോ കൂടെ Naturally, it will be നോക്കുന്നതായിരിക്കും. a അപ്പോൾ നമുക്ക് house to ഡയറക്റ്റ് link token വീഡിയോയിലോട്ട് tower പോകാം. number ഗൈസ്, 90. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് നോക്കുവാണെങ്കിൽ നമ്മുടെ യുവ ബണ്ടിലിനെ കുറിച്ചാണ്. ഗൈസ്, ഇപ്പോഴത്തെ നമ്മുടെ ലീക്ക് അനുസരിച്ച് നമ്മുടെ ടോക്കൺ ടവർ ഇവന്റ് വഴിയായിരിക്കും ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എന്നാണ് വരാൻ പോകുന്നതെന്ന് നോക്കുവാണെങ്കിൽ ഡിസംബർ 19 തീയതിയായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഇവന്റ് നമ്മുടെ ടോക്കൺ ടവർ ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. അതെന്തായാലും കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു ഇവന്റ് വഴി എന്തായാലും ഈ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 5000 മുതൽ 7000 ഡയമണ്ട് വരെ ആയിരിക്കും നിങ്ങൾക്ക് സ്പെൻഡ് ആവുന്നത്. ഗരീന എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഏകദേശം അത്രയും ഡയമണ്ട് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്പെൻഡ് ചെയ്യാവുന്നതാണ്. എങ്കിലേ ഒരു ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ബണ്ടിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മെയിൽ ക്യാരക്ടറിനും ഫീമെയിൽ ക്യാരക്ടറിനും ഇടാൻ പറ്റിയ ഒരു ബണ്ടിലാണ്. ഈ ബണ്ടിലിന്റെ കളർ നോക്കുവാണെങ്കിൽ നമുക്കൊരു ബ്ലൂ കളറിലും അതോടൊപ്പം റെഡ് കളറിലാണ് ഈ ഒരു ബണ്ടിൽ വരുന്നത്. നമുക്ക് രണ്ട് കളർ ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. രണ്ട് കളറിലുള്ള ബണ്ടിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ബണ്ടിലാണ്. നല്ല ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലുക്ക് നോക്കുവാണെങ്കിൽ വേറെ ലെവലായിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ ബണ്ടിലിന്റെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇമോട്ട് വരുന്നുണ്ട്. പിന്നെ ബയോഗ്രഫി കാർഡ് വരുന്നുണ്ട്. പിന്നെ ചാടുമ്പോൾ ആനിമേഷൻ, അതോടൊപ്പം വിൻഡോസ് ഒക്കെ ചാടുമ്പോൾ ആനിമേഷനും വരുന്നുണ്ട്. ടയറിന്റെ മുകളിൽ കൂടെ ചാടുമ്പോൾ ആനിമേഷൻ ഉണ്ട്. പിന്നെ ടീമിലോട്ടുള്ള എൻട്രി വരുമ്പോൾ ആനിമേഷൻ വരുന്നുണ്ട്. അവസാനം നമ്മുടെ CS റാങ്കിൽ MVP അടിക്കുമ്പോൾ ആനിമേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബണ്ടിലിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുള്ള ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഡിസംബർ 19 തീയതി ആയിരിക്കും ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിൽ വരാൻ പോകുന്നത്. ആരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നൊന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ഒരു 6000 ഡയമണ്ടെങ്കിലും ഈ ഒരു ബണ്ടിലിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. അതിന് കുറച്ച് ആരും ഒന്നും പ്രതീക്ഷിക്കണ്ട. ഗൈസ്, അപ്പോൾ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഒരു സ്റ്റെപ്പ് അപ്പ് ഇവന്റ് വരുന്നുണ്ട്. അതിന് മെയിൻ പാടാണ് ഇവിടെ കാണുന്ന ഈ ഒരു ടീം ഇമോട്ട്. ഈ ഒരു ഇമോട്ട് ആയിരിക്കും നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ഇവന്റ് വഴി വരാൻ പോകുന്നത്. ഈ ഒരു ഇമോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ക്രിസ്മസിന്റെ തീമിലാണ് ഈ ഒരു ഇമോട്ട് വരുന്നത്. നമ്മുടെ റൈഡിലൊക്കെ ഇങ്ങനെ കയറി നിന്നിട്ടുള്ള ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഇമോട്ട് നമ്മുടെ ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സിനും ഒരുമിച്ച് ഇടാവുന്നതാണ്. ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ എല്ലാ പ്ലേയേഴ്സിനും ഇടാവുന്നതാണ്. അപ്പോൾ ഇതെന്നായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നതെന്ന് അതിന്റെ കൺഫേംഡ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഏകദേശം ഒരു 20-22 ഡേറ്റ് ഒക്കെ ആകുമ്പോഴായിരിക്കും ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഇവന്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ടുള്ള റിംഗ് ഇവന്റ് വരുന്നുണ്ട്. ഇവിടെ കാണുന്ന പോലെ ഈ ഒരു ഇവോ M60 അതോടൊപ്പം കട്ടാന അതോടൊപ്പം ഒരു അടിപൊളിയായിട്ടുള്ള ഗ്ലൂവാളൊക്കെ വെച്ചിട്ടുള്ള ഒരു റിംഗ് ഇവന്റാണ് നമ്മുടെ ഗെയിമിലോട്ട് അടുത്തായിട്ട് വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ കിട്ടിയ കൺഫർമേഷൻ. ഇതിനെപ്പറ്റി നോക്കുവാണെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു ഇവന്റ് ചിലപ്പോൾ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ ചാൻസ് ഉള്ളൂ. ഇതുവരെ ഈ ഒരു അപ്ഡേറ്റ് വരുമെന്ന് കൺഫേം ആയിട്ടില്ല. കൂടുതൽ അപ്ഡേറ്റ് ഈ ഒരു ഇവന്റിനെ കുറിച്ച് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ അവസാനത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വിന്റർ ഇവന്റിന്റെ ഭാഗമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റിവാർഡ് കിട്ടാൻ പോകുന്നതും കലണ്ടറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ബണ്ടിലും അതോടൊപ്പം പിക്സമേറ്റിന്റെ സ്കിന്നും നമുക്ക് കിട്ടുമെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ബാക്ക് പാക്ക് ഇമോട്ട്, അതോടൊപ്പം 2x ലെവൽ പ്രൊട്ടക്ഷൻ കാർഡ്, അതോടൊപ്പം ഒരു പാന്, പിന്നെ അവസാനമായിട്ട് ഒരു ബണ്ടിൽ കിട്ടുമെന്നാണ് നമുക്ക് ഇപ്പോൾ കലണ്ടറിൽ കിട്ടുന്ന അപ്ഡേറ്റ്. നമുക്ക് കിട്ടാൻ പോകുന്ന ബാക്ക് പാക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു മോഡലായിരിക്കും നമ്മുടെ ബാക്ക് പാക്ക് വരുന്നത്. ഒരു മാനിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാക്ക് പാക്ക് ആണ്. ഇവിടെ കാണുന്ന പോലുള്ള ഒരു ഇവന്റ് വഴിയായിരിക്കും നമ്മുടെ ബാക്ക് പാക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നമ്മുടെ ഇമോട്ട് എങ്ങനെ കിട്ടുന്നതെന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന പോലുള്ള ഒരു ടോക്കൺ നമ്മൾ ക്ലെയിം ചെയ്യേണ്ടതുണ്ട്. ഈ ടോക്കൺ എടുത്തതിന് ശേഷം നമ്മുടെ ഇമോട്ട് നമ്മുടെ ഇവിടെ നിന്ന് ക്ലെയിം ചെയ്യാവുന്നതാണ്. 50 ടോക്കൺ കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു ഇമോട്ട് കിട്ടാൻ പോകുന്നത്. ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഇമോട്ട് വരുന്നത്. നമ്മൾ തണുത്തിട്ട് ഇങ്ങനെ വിറയ്ക്കുന്ന പോലുള്ള ഇമോട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു ഇമോട്ടിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് കണ്ടെന്നൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിനെപ്പറ്റി കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ വരും വീഡിയോയിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.